ഗൈസ് വെൽക്കം ടു ദ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അമ്പാട്ടുകടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ്. പുതുപ്പള്ളി കവലയിൽ നിന്ന് ജസ്റ്റ് 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ഏരിയയാണ്. പുതുപ്പള്ളിയിൽ നിന്ന് പനച്ചിക്കാട് അമ്പലത്തിന് പോകുന്ന വഴി ജസ്റ്റ് തൊട്ട് മുമ്പിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അമ്പാട്ടുകടവ്. നമ്മൾ കോട്ടയത്ത് മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ട്. മലരിക്കലിലെ ആമ്പലിൻ്റെ ഫോട്ടോസും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലും ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇത്തവണ കോവിഡ് കാരണം റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ട് അവിടെ നമുക്ക് ലിമിറ്റേഷൻസ് വന്നു. അപ്പം അതിന് പകരമായി വന്നൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ അമ്പാട്ടുകടവ്. പുതുപ്പള്ളിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. നല്ല രീതിയിൽ ആമ്പലും എല്ലാം വിടർന്ന് ഇപ്പം നല്ല രീതിയിൽ തിരക്കുണ്ടെന്നാണ് കേട്ടെ. അപ്പം അവിടെ ഒന്ന് പോയി നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ കാഴ്ചകളെന്ന്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് നിതിനും ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം എത്രത്തോളം ഭംഗിയാണ് അമ്പാട്ടുകടവെന്ന്. തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നും എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് അമ്പാട്ടുകടവെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. സോ ഞാനും നിതിനും കൂടെ സ്കൂട്ടറിനാണ് പോകുന്നത്. എടുത്തു. സോ നമ്മളിപ്പം പുതുപ്പള്ളി കവലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പുതുപ്പള്ളി പള്ളിയുടെ കുരിശുംതൊട്ടി, കവലയിലുള്ള കുരിശുംതൊട്ടി. ഇനി നമ്മൾ നേരെ പുതുപ്പള്ളി പള്ളിയുടെ റോഡിൽ തന്നെ പോകുമ്പോഴത്തേന് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ പള്ളി, ഓറേ മർത്തോമ ചർച്ച്. പുതുപ്പള്ളിയുടെ എൻട്രൻസ് ആണ് ഇത്, മെയിൻ എൻട്രൻസ്. സോ ഇതാണ് അമ്പാട്ടുകാവ് എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ 360 ഡിഗ്രി കാണിച്ചു തരാം. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ ആമ്പൽ ഇപ്പം ഇങ്ങനെ കയറിക്കിടക്കുകയാണ്. കൃഷിക്ക് മുമ്പുള്ളൊരു ടൈമിലാണ് ഇങ്ങനെ ആമ്പൽ എന്നറിയുന്നത്. പാടത്ത് മൊത്തം നമുക്കങ്ങ് ദൂരെ വരെ നമുക്ക് സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ എന്തോ വള്ളത്തെ കുറിച്ച് വരെ പോകുന്നതും ഏക്കർ കണക്കിന് സ്ഥലം. പാടത്തിൻ്റെ സൈഡിൽ ഇവർ കുറേ വള്ളങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു 10-20 മിനിറ്റ് ഒന്ന് കറങ്ങി വരുന്നതിന് ഒരാൾക്ക് 75, 1 മണിക്കൂർ ദൂരം പോകുന്നതിന് 200 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഈ ടൈപ്പിലെ പല വള്ളങ്ങളുണ്ട് ഇവിടെ. നമ്മളും വള്ളം എടുത്തു നമ്മൾക്കും ഒന്ന് കറങ്ങിയിട്ട് വരാം.
ഇവിടുന്ന് എടുത്ത നല്ല അടിപൊളി ഫോട്ടോസ് നിതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കാണാവുന്നതാണ്. പ്രൊഫൈലിലെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പത്ത് വരെയൊക്കെ ഉള്ളൂ അല്ലേ? രാവിലെ 6 തൊട്ട് 10 മണി വരെ വരുന്നതായിരിക്കും ഏറ്റവും നല്ല സമയം. 10 മണിക്ക് ശേഷം ഈ ആമ്പലെല്ലാം ഒരുമാതിരി വാടി പോവും. സോ 6 മണി തൊട്ട് ഈ വള്ളത്തിൻ്റെ സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഏറ്റവും രാവിലെ വരുന്നതായിരിക്കും നമുക്കും നല്ലത്, കാണാനും ഭംഗി. ഇപ്പം ധാരാളം ആളുകൾ കൂടുന്നുണ്ട്. ഫാമിലീസായിട്ട് കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അമ്പാട്ടുകടവിൽ നിന്ന് ഇറങ്ങി. സോ ഇനി നമ്മുടെ പുതുപ്പള്ളിയിലെ സെക്കൻഡ് ടൂറിസ്റ്റ് സ്പോട്ടായ പാറക്കൽ കടവ് വഴിക്ക് കൊണ്ടുപോയി നോക്കാം. അവിടെ എങ്ങനെയുണ്ട് ഇപ്പം. കുറച്ച് നാളെ ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട്, അപ്പം അവിടുത്തെ വ്യൂവും കൂടെ ഈ വീഡിയോ ഞാൻ കുറച്ച് ഭാഗം കാണിച്ചു തരാം. നമ്മളിപ്പം പാറക്കക്കടവിലേക്ക് എത്തുകയാണ്. പുതുപ്പള്ളി പള്ളി കഴിഞ്ഞ് വരുമ്പോൾ എരുവനെല്ലൂരിൻ്റെ അവിടുന്ന് കൊല്ലാടിന് പോകുന്ന വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വഴി. സോ ഇപ്പം റോഡ് ടാറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടും സൈഡിൽ ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നതും ഇവിടുത്തെ ഈ ആറും ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഗൈസ്, എന്ത് സീനിക് ബ്യൂട്ടിയാന്ന് നോക്കിയ ഈ ഏരിയക്ക്. പല മലയാളം പടത്തിൻ്റെയും ഷൂട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ് അങ്ങനെ കുറേ പടത്തിൻ്റെ. ഇവിടെ ഇപ്പോൾ ഇരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ തിട്ടയൊക്കെ കെട്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. ഇവിടെ കാണുന്നതാണ് നമ്മളിപ്പം പോയിട്ട് വന്ന അമ്പാട്ട് കടവ്. കുറേ കാറുകൾ കിടക്കുന്ന കാണാം. നമുക്ക് ദൂരെ ആമ്പലുകൾ ഇഷ്ടംപോലെ. ഈ ഭാഗത്തോട്ടും ആമ്പലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. തവണ ചൂണ്ടയിടാനൊക്കെ വന്ന ഏരിയയാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയയാണ്. ഇവിടെ ചൂണ്ടയിടലിൻ്റെ പ്രധാന ഏരിയ എന്തോ വള്ളമൊക്കെ കിടപ്പുണ്ട് ഇവിടെ.